വെൽക്കം ബാക്ക് ടു ചാനൽ. നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് ബബിൾ കേക്കാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ആദ്യം തന്നെ നമുക്ക് അതിനായിട്ടൊരു മഗ് കേക്ക് തയ്യാറാക്കിയെടുക്കാം. ഒരു കപ്പിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും 1 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ ഗീയോ ബട്ടറോ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ പാല് കൂടി ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന പാല് തന്നെ ചേർത്ത് കൊടുക്കണേ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്പം കൂടി ലൂസാക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ പാല് കൂടി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്യണം. ഞാൻ അതിനായിട്ട് ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് മാത്രമായിട്ട് എടുത്താലും മതിയാവും. ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിനെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. കൈകൊണ്ട് പൊടിച്ചെടുത്താൽ മതിയാവും. മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊരു കുഞ്ഞു ബോളുകളായിട്ട് ഇതിനെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ആദ്യം നന്നായിട്ട് ചോക്ലേറ്റിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബോൾ പോലെ ഉരുട്ടിയെടുത്താൽ മതിയാവും. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കണ്ടെയ്നറാണ്. അതിലേക്ക് ക്ലിംഗ് റാപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം ഒന്ന് നമുക്ക് ചോക്ലേറ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ കേക്കിനും ഇതുപോലെ ഓരോ ബോളായിട്ട് ചെറിയ ബോളുകളും വലിപ്പം ചെറുതായിട്ടോ വലുതായിട്ടോ ഒക്കെ മുറിച്ചെടുക്കാം. ഇല്ലെങ്കിൽ ഇതുപോലത്തെ സ്പൂൺ ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ നല്ലൊരു റൗണ്ട് ഷേപ്പും കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്താലും മതിയാവും. ഇല്ലെങ്കിൽ കൈകൊണ്ട് ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുത്താലും മതിയാവും. ഇപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എല്ലാ സൈഡിലും ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ചോക്ലേറ്റ് കൂടി ഒഴിച്ചു കൊടുക്കാം. എല്ലാ സൈഡിലും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ മുഴുവനായിട്ട് നമ്മൾ ഈ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ ഇതൊന്ന് ഫ്രീസറിലേക്കോ ഫ്രിഡ്ജിലേക്കോ സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ എല്ലാ സൈഡിലും ഞാൻ നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു അരമണിക്കൂർ ഫ്രീസറിലേക്ക് വെച്ചപ്പോൾ നല്ല രീതിയിൽ ഇത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ബബിൾ കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അതുപോലെ തന്നെ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പിന്നെ ഒരുപാട് പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാം ഹായ്. പിന്നെ നമ്മുടെ ചാലഞ്ച് വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.